പിന്നെ നമുക്കിപ്പോൾ പേ ബാക്ക് പീരീഡ് എന്താണെന്നറിയാം. ഇനി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാലോ. സോ ഗൈസ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒന്നുമില്ല, നമ്മുടെ കമ്പനിയിൽ ആരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് കഷ്ടപ്പെട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ്. ആൻഡ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു കമ്പനിയിലെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കമ്പനി എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതൊക്കെ നോക്കുന്ന ആരായിരിക്കും? ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ഡയറക്ടേഴ്സിന് ഒരിക്കലും ഇത് വെറുതെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഫണ്ട്സാണ്. അത് മര്യാദയ്ക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. മീൻസ് സിംപ്ലി നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഫോൺ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണും? പല ഫോൺസ് കാണും. സാംസങ്, ഓപ്പോ, വിവോ, റെഡ്മി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ബ്രാൻഡ്സിന് എന്ത് കാണും? ഫോൺസ് കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ജസ്റ്റ് അസസ് ചെയ്തില്ലേ, ഓരോ ഫോൺസിൻ്റെ ഫീച്ചേഴ്സ് നോക്കും, അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി, ബാറ്ററി എല്ലാം നോക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? അൾട്ടിമേറ്റ്ലി ഫൈനലി ഒരു ഫോൺ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഫൈനലി നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫണ്ട് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഇതുപോലെ തന്നെ കമ്പനീസിന് എന്ത് കാണും? ഇഷ്ടംപോലെ ഫണ്ട്സ് കാണും. സോ അത് അവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? സൂക്ഷിച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറേ മെത്തേഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വൺ സ്റ്റേജ് ഇൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. ദിസ് അപ്രൈസൽ ഹാസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. മീൻസ് അസസ്മെൻറ്റ് ഓഫ് ദ ലെവൽ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഏൺഡ് ഫോർ ദ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ മെയ്ഡ്. നമ്മൾ എക്സ്പെൻഡിച്ചർ മേക്ക് ചെയ്യും. മീൻസ് നമ്മൾ കുറച്ച് സംഭവം ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിന് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിന് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടോ? കമ്പനിക്ക് കുറേ പ്രോജക്ട്സ് കാണും, അവർക്ക് ആ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും തിരിച്ച് കിട്ടുന്നുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുന്നതിനാണെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് നോക്കും? ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോസ്റ്റോ ബെനിഫിറ്റോ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ നോക്കും. നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് കൂടാതെ എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ടോ, അതോ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ, അതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ആ ഒരു മെത്തേഡ്സ് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് ഓഫ് അപ്രൈസലാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ലോങ് പ്രോസസ്സാണ്. നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്, പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമ്പനിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ കമ്പനീസ് എന്ത് ചെയ്യും? ഓരോ പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അവർക്ക് അറിയണം എന്ത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഞാനൊരു $10,000 ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്കത് എപ്പോഴാണ് തിരിച്ച് കിട്ടുന്നത് അറിയാതെ ഇവരെന്ത് ചെയ്യത്തില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ. ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഞാനൊരു സംഭവം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എപ്പോഴാണോ ക്യാഷ് കിട്ടുന്നത് ആ ഒരു ടൈം ഫ്രെയിമിനാണ് എന്ത് പറയുന്നത്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ $10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കത് 5 വർഷത്തെ ആ $10,000 തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ പേ ബാക്ക് പീരീഡ് എത്ര ആയിരിക്കും? 5 years ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുവാണ്? ACCA പഠിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഈ ACCA കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ പറയുകയാണ് ഒരു 3 lakh rupees വരുമെന്ന് വിചാരിക്കും. 3 lakh rupees വരുമെന്ന് വിചാരിക്കും. നിങ്ങളിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കമ്പനീസിൽ കയറും, നിങ്ങൾ ജോബിന് കയറും അല്ലേ. അപ്പോൾ ജോബിന് കയറുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഇൻഫ്ലോ എന്തായിരിക്കും? സാലറി കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. സാലറി കാര്യങ്ങളൊക്കെ സപ്പോസ് നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് പെർ മന്ത് ഒരു 50,000 rupees കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. 50,000 rupees കിട്ടാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 3 lakh. നിങ്ങൾക്കിപ്പോൾ മന്ത്ലി കിട്ടുന്നത് 50,000 ആണ്. അപ്പോൾ നിങ്ങൾ ഈ 50,000 വെച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ ആ 3 lakh തിരിച്ച് കിട്ടുന്നത് ആ ഒരു ടൈമിനാണ് എന്ത് പറയുന്നത്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ 50,000 ഇങ്ങനെ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 6 മാസത്തിലായിരിക്കും അത് തിരിച്ച് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ പേ ബാക്ക് പീരീഡ് എത്ര ആയിരിക്കും? 6 months ആയിരിക്കും. അപ്പം ഇതുപോലെ തന്നെ കമ്പനീസിന് എന്തറിയണം? ഇവരൊരു സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ക്യാഷ് തിരിച്ച് കിട്ടുന്നത് അതറിഞ്ഞാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രൊജക്റ്റിൽ സമാധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവർ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്ത്? പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് ഇസ് ദ ടൈം എ പ്രൊജക്ട് വിൽ ടേക്ക് ടു പേ ബാക്ക് ദ മണി സ്പെൻഡ് ഓൺ ഇറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് ആൻഡ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ലിക്വിഡിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പനിയുടെ ആ ഒരു ക്യാഷ് പൊസിഷൻ, മീൻസ് കമ്പനിക്ക് എത്രയാണ് ക്യാഷ് എത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി കൂടുന്നു എന്ന് പറയും. അപ്പോൾ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്ന ഒരു കമ്പനി എപ്പോഴും എന്തായിരിക്കും? പെട്ടെന്ന് പേ ബാക്ക് കിട്ടുന്നത്, ഒരു 2 വർഷം 1 വർഷത്തിലൊക്കെ പേ ബാക്ക് കിട്ടുന്ന പ്രോജക്ട്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? പെട്ടെന്ന് ക്യാഷ് തിരിച്ച് കിട്ടും. സോ അവരുടെ ലിക്വിഡിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും.
അപ്പോൾ ഇവിടുത്തെ ഡിസിഷൻ റൂൾ എന്ന് നമുക്ക് നോക്കാം. മീൻസ് എങ്ങനെയാണ് നമുക്ക് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ബേസിസിലാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്താ, നമ്മൾ പേ ബാക്ക് പീരീഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ നമുക്ക് ക്യാഷ് കിട്ടുന്ന പ്രൊജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. സപ്പോസ് നമ്മുടെ കമ്പനിയുടെ ടാർഗറ്റ് ഒരു 3 years ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 3 years കൊണ്ട് ക്യാഷ് തിരിച്ച് കിട്ടുന്ന പ്രൊജക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3 years പേ ബാക്ക് ഉള്ള പ്രൊജക്ട്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ള പ്രൊജക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ കമ്പനിക്ക് ഒരു 4 വർഷത്തെ പേ ബാക്ക് ഉള്ള പ്രൊജക്ട്സ് കാണും, 5 years കാണും, 6 years കാണും, 7 years കാണും. സോ അവരതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. മീൻസ് ഒരു 4 years പ്രൊജക്റ്റ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസിഷൻ ക്രൈറ്റീരിയ വരുന്നത്. അപ്പം ഒരു കമ്പനി എപ്പോഴും എന്ത് ബേസ് ചെയ്തായിരിക്കും പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും ഫാസ്റ്റിൽ അവർക്ക് കിട്ടുന്ന പ്രൊജക്റ്റ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ള പ്രൊജക്ട്സ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ അത് കാരണം കുറേ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡ്സ് ത്രൂ നോക്കുക. പിന്നെ നമുക്കിപ്പോൾ പേ ബാക്ക് പീരീഡ് എന്താണെന്നറിയാം. ഇനി അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് $10,000 ആണ്. നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് $2,000 ആണ്. ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ 10,000 ആണ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് എത്ര കിട്ടും, $2,000 വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ നമുക്കിതിൻ്റെ പേ ബാക്ക് പീരീഡ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഫസ്റ്റ് ഇയറിൽ എത്ര കിട്ടും, 2,000 കിട്ടും. സെക്കൻഡ് ഇയറിൽ എത്ര കിട്ടും, $2,000 കിട്ടും. ഇപ്പോൾ എത്ര ആക്ച്വലി നമുക്ക് ടോട്ടലി $4,000 നമുക്ക് കിട്ടി. തേർഡ് ഇയറിൽ ഇതുപോലെ തന്നെ എത്ര കിട്ടും, 2,000 കിട്ടും. ഫോർത്ത് ഇയറിൽ എത്ര കിട്ടും, 2,000 കിട്ടും. അപ്പോൾ ഇപ്പോൾ ടോട്ടലി എത്രയായി, $8,000 ആയി അല്ലേ. നമുക്ക് പക്ഷേ എത്രയാണ് വേണ്ടേ, $10,000 അച്ചീവ് ചെയ്യണം. അപ്പോൾ അഞ്ചാമത്തെ വർഷമായി. അഞ്ചാമത്തെ വർഷം നമുക്ക് എത്ര കിട്ടി, $2,000 കിട്ടി. ഇപ്പോൾ ആക്ച്വലി നമുക്ക് എത്ര ടോട്ടലായി, $10,000 ആയി. ഏത് ഇയറിലാണ് ആ $10,000 നമുക്ക് തിരിച്ച് കിട്ടിയത്, അഞ്ചാമത്തെ വർഷം. സോ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് എത്ര ആയിരിക്കും, 5 years ആയിരിക്കും. സോ ഇതാണ് പേ ബാക്ക് പീരീഡിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇതിങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ACCAയുടെ എക്സാമാണ്, അത്യാവശ്യം നല്ല ടൈം കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഈ ഒരു ഇക്വേഷൻ എന്താ, പേ ബാക്ക് പീരീഡ് ഈക്വൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. നമ്മുടെ ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, $10,000, ആനുവൽ ക്യാഷ് ഫ്ലോ എത്രയാണ്, $2,000. അപ്പോൾ ഇവിടുത്തെ പേ ബാക്ക് പീരീഡ് എത്രയായിരിക്കും, 10,000 ഡിവൈഡഡ് ബൈ 2,000 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 5 years. സോ നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആക്കിയതാണ്. 5 years ആയിരിക്കും ഇവിടുത്തെ എന്ത്, പേ ബാക്ക് പീരീഡ്. ഇപ്പോൾ നമുക്ക് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഏത് കേസിൽ, ഈവൻ ക്യാഷ് ഫ്ലോ വരുന്ന കേസിൽ. മീൻസ് എല്ലാ ഇയറിനും സെയിം ക്യാഷ് ഫ്ലോ വരുന്ന കേസിലുള്ള പേ ബാക്ക് പീരീഡ് നമുക്ക് എന്തറിയാം, കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. സോ ഇന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. നമുക്കിപ്പം പേ ബാക്ക് പീരീഡ് എന്താണെന്നറിയാം, പേ ബാക്ക് പീരീഡിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇത്രയാണെന്നുള്ളത്. നമുക്ക് ബാക്കി പേ ബാക്ക് പീരീഡിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അൺഈവൻ ക്യാഷ് ഫ്ലോ വരുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.